CPI നേതാക്കളൊക്കെ തന്നെയും റിസോർട്ട് ഉടമകളിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണോ? CPI നേതാക്കൾ മാത്രമല്ല, അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ CPMൻ്റെ ആളുകളും ഈ റിസോർട്ട് ആളുകളായിട്ട് ബന്ധമുണ്ടെന്ന് പലരും VS-നോട് പരാതി പറഞ്ഞിട്ട് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്തരം ആരോപണങ്ങൾ അന്നുണ്ട്. CPI നേതാക്കളെക്കുറിച്ചും CPM നേതാക്കളെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ നിന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ളതാണ് വിനോദിനി കോടിയേരിയുടെ തുറന്നു പറച്ചിൽ. ഇത് സത്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ്? പാർട്ടിയിൽ നിന്ന് അകലുകയാണോ സഖാവ് കോടിയേരിയുടെ കുടുംബം? അല്ല, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ ആദരിച്ചില്ല എന്നുള്ളൊരു പരാതി അന്ന് തന്നെ കുടുംബം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ എവിടെയാണ് പഠിച്ചതും ഇവിടെ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ലീഡർഷിപ്പ് കൊടുത്തത് സഖാവ് കോടിയേരി തിരുവനന്തപുരത്ത് നിന്നാണ്. അന്നത്തെ അവസാനത്തെ യാത്രയിൽ എന്തുകൊണ്ട് AKG സെൻറ്ററിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഇന്നും സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഉന്നയിക്കുന്ന ചോദ്യം കൂടിയാണ്. സത്യമാണത്. ഞാൻ പറഞ്ഞല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പഠിച്ചത് ഇവിടെയാണ്, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടാവും തിരുവനന്തപുരത്ത് എൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരണമെന്നും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ കോടിയേരി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അദ്ദേഹത്തെ കാണണ്ടേ? ഇവിടെ നിന്ന് വിലാപയാത്ര കണ്ണൂർ കൊണ്ടോ എന്തോ കുഴപ്പം? അത് കുടുംബത്തോട് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ആരുടെയൊക്കെ തീരുമാനപ്രകാരം കണ്ണൂർ എത്തിക്കുകയും അതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ലല്ലോ, ആളുകൾ നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. കോടിയേരി സഖാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഭൗതിക ശരീരം കൊണ്ട് സംസ്കരിക്കുന്നത്. അതൊക്കെ വലിയ വേദന ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആ നൂറുകണക്കിന് ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവസാനം. അതൊരു വലിയ ചെറിയ സംഭവമല്ല. അത് അവരുടെ കുടുംബത്തിന് അതുണ്ടെന്ന് പലതവണ അവർ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.